നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹ് ചോദിക്കുന്നു. വെറുതെ ഇത്രയും സങ്കീർണമായ 39 ട്രില്യൺ കോശങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച അതിസങ്കീർണമായ മനുഷ്യൻ എന്ന ജീവിക്ക് മാത്രം ഒരു പ്രത്യേക ഉദ്ദേശവുമില്ല. മരിക്കുന്നത് വരെ ജീവിക്കണം, അല്ലേ? തിന്നും കുടിച്ച് അങ്ങനെ പോകണം, സമയമാകുമ്പോൾ മരിക്കുക. അതാണോ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ മാത്രം ആരാധിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെയും മനുഷ്യനെയും സൃഷ്ടിച്ചത്. അല്ലേ? ഒരു ദിവസം 17 പ്രാവശ്യം നിർബന്ധമായിട്ടും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നമസ്കാരം, അല്ലേ, എന്റെ ആരാധനകൾ, എന്റെ ജീവിതവും എന്റെ മരണവും അത് സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാകുന്നു എന്ന് നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നു. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഇല്ലാ ലിയുവഹിദൂനി എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തിന്റെ തഫ്സീർ കൊടുത്തത്. ഇല്ലാ ലിയുവഹിദൂനി, ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ എന്താണ് ആരാധന നമ്മൾ അറിയണം സഹോദരങ്ങളെ. ഞാൻ എന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഫഅലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, പഠിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത്, വെറുതെ ആരാധിക്കുന്നത്. കാരണം ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളണം, അത് മനസ്സിലാക്കണം, അത് സ്വയം ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുമ്പോഴാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ഒരു ഇഖ്ലാസ് ഉണ്ടാകുക, അതിലൊരു താല്പര്യം ഉണ്ടാകാം. അല്ലേ? നമ്മൾ വെറുതെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ ആരെങ്കിലും പഠിപ്പിച്ചത് കൊണ്ടല്ല സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ഈ ജീവിതത്തെയും മരണത്തെയും എല്ലാം അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ്? അല്ലേ? ഈ ജീവിത സാഹചര്യങ്ങളിൽ പ്രയാസത്തിലും എളുപ്പത്തിലും ഞെരുക്കത്തിലും പ്രയാസത്തിലും സുഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലുമെല്ലാം ഈ സമ്മിശ്രമായ ഈ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് ജീവിതം കൊണ്ട് എന്തുത്തരമാണ് നിങ്ങൾ നൽകുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഒരു ചെറിയ ആയുസ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് അള്ളാഹു നമ്മളെ അറിയിക്കുന്ന സഹോദരങ്ങളെ, നമ്മളത് കൃത്യമായി മനസ്സിലാക്കി ജീവിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ കൃത്യമായ ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ മറ്റു പലതിനും വേണ്ടി ജീവിക്കുന്നവരായി മാറും. എന്തിനാ ജീവിക്കണത്? അല്ലേ? നമ്മൾ കല്യാണം കഴിക്കണം, കുട്ടികളുണ്ടാവും, എന്നിട്ട് അവരൊക്കെ നോക്കണം, കെട്ടിച്ചയക്കണം, വീടുണ്ടാക്കണം. സഹോദരങ്ങളെ, ഇത് മാത്രമാണോ ജീവിതത്തിന്റെ ലക്ഷ്യം? ഇതിനേക്കാൾ അപ്പുറത്ത് വലിയൊരു ലക്ഷ്യം ജീവിതത്തിനുണ്ട്. ഇതൊന്നും കൈവരിക്കാതിരുന്നാൽ ഒരാൾക്ക് വീട് വെക്കാൻ പറ്റില്ല, കല്യാണം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മക്കളുണ്ടായില്ല സഹോദരങ്ങളെ. അപ്പോ അയാളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നിറവേറ്റപ്പെട്ടോ? അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അപ്പുറത്ത് ഇതുക്കും മേലെ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമുണ്ട്. അത് ഏത് സാഹചര്യങ്ങളിലും ഏത് അവസ്ഥയിൽ നിന്നുകൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റിയ ചെറിയൊരു ലക്ഷ്യത്തെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. അത് പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും, സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും, ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും, ഞെരുക്കത്തിലുള്ളവനും പ്രയാസമുള്ളവനും സുഖമുള്ളവനും സങ്കടമുള്ളവനും ദുഃഖമുള്ളവനും എളുപ്പമുള്ളവനും സന്തോഷമുള്ളവനും ഒക്കെ പറ്റുന്ന ഏത് സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഏത് ആൾക്കും ചെയ്യാൻ പറ്റിയ, ഏതാൾക്കും പൂർത്തീകരിക്കാൻ പറ്റിയ വളരെ ചെറിയ ഒരു ലക്ഷ്യത്തെയാണ് അള്ളാഹു ജീവിത ലക്ഷ്യമായി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ജീവിത ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റു പലതും ജീവിതത്തിന്റെ ലക്ഷ്യമായി മാറും. മറ്റ് അപ്രധാനമായ കാര്യങ്ങൾ ഇന്നിപ്പം നമ്മൾ എടുത്തു നോക്കിയാൽ എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമായി ആളുകൾ കാണുന്നത്? ഒന്ന് പണത്തെയാണ്, ദുനിയാവിനെയാണ്, ദുനിയാവിലെ വിഭവങ്ങളെയാണ്. രണ്ടാമതൊക്കെ കൈവരിച്ച ആളുകളിലേക്ക് നോക്കിയാൽ എന്താണ്? അവര് ആ പണമുണ്ട് എന്ന് 4 ആൾ അറിയണം എന്നുള്ളതാണ്. ആദ്യമൊക്കെ പൈസ ഉണ്ടാക്കുക എന്നുള്ളിലേക്കാരം, പിന്നെ ഉണ്ടാക്കിയ പൈസ 4 ആളെ കാണിക്കുക. അതാണ് പണം ഉണ്ട് എന്നല്ല, പണമുണ്ട് എന്ന് 4 ആൾ അറിയണം. അതാണ് അടുത്തത്. അല്ലേ? നമ്മളിങ്ങനെ എല്ലാവരും പരിശോധിച്ചാൽ മനസ്സിലാക്കും. എല്ലാവരും ജീവിത ലക്ഷ്യം നോക്കിയാൽ അതാണ് മനസ്സിലാക്കുക. ആദ്യം പൈസ, പിന്നെ പ്രശസ്തി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ അധികാരമാണ്. നോക്കിയാൽ മതി, കുറച്ച് പൈസയും പ്രശസ്തി ഉണ്ടായാൽ പിന്നെ എന്തെയും? പിന്നെ ഒന്ന് മത്സരിച്ച് നോക്കേണ്ടി വരും. MP ഒന്ന് ആയോക്കെ തോന്നും. ഇന്ന് പാർലമെന്റിലൊക്കെ പോയിട്ട് കുറച്ചൊരു അധികാരമൊക്കെ ഉണ്ടായാൽ, അല്ലേ, മന്ത്രിയാകാൻ പറ്റുമോ, മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ, ഒന്നുമില്ല ഗവർണറെങ്കിലും ആകാൻ പറ്റുമോ എന്നാ നോക്കുക. അധികാരമാണ് ആൾക്കാർ നോക്കുക. അപ്പൊ സഹോദരങ്ങളെ, ഇതാണോ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? ഇത് നേടുന്നതിലാണോ സഹോദരങ്ങളെ സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു ജീവിത ലക്ഷ്യമുണ്ട്? മനുഷ്യനെ സൃഷ്ടിച്ച, അല്ലെ, ഈ കോടാനകോടി സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ പരിപാലിക്കുന്ന, അതിനെ നശിപ്പിക്കാൻ കഴിവുള്ള മുദബ്ബിറായ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് കൃത്യമായി ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
അതല്ലാത്തതിനെ ആര് ലക്ഷ്യമായി കണ്ടാലും സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു സംതൃപ്തി നേടാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നമുക്ക് തോന്നുന്നു സംതൃപ്തി ഉണ്ടെന്ന്, പക്ഷേ സത്യത്തിൽ അവിടെ ഒരു വാക്യമായിരിക്കും, ഒരു ശൂന്യതയായിരിക്കും. ഇതൊക്കെ സമ്പാദിച്ച ആളുകൾ, അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ പണമുള്ള ആളുകൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? പ്രശസ്തിയുള്ള സെലിബ്രിറ്റികളായ ആളുകൾ എന്തിനു സൂയിസൈഡ് ചെയ്യുന്നു? മൈക്കൽ ജാക്സനെ പോലെയുള്ള ലോകമൊട്ടുക്കും അറിയുന്ന ഏറ്റവും കൂടുതൽ ആസ്തികൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് ജീവിതത്തിൽ ഒരു വാക്യം ഫീൽ ചെയ്യും, ഒരു എംപ്റ്റിനെസ്, ഒരു ശൂന്യത. അള്ളാഹു നിശ്ചയിച്ച ജീവിതത്തിന്റെ ലക്ഷ്യമല്ലാത്തതിനെ ആരെങ്കിലും ലക്ഷ്യമായിട്ട് അത് നേടാനും അത് കൈവരിക്കാനൊക്കെ സാധിച്ചാലും അതിന്റെ ഉള്ളിൽ ഒരു ശൂന്യത മനുഷ്യൻ അനുഭവപ്പെടുന്നുള്ളതാണ്. അതുകൊണ്ട് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിശ്ചയമായും മനുഷ്യ മനസ്സുകൾ സമാധാനമടയുന്നത് ദൈവത്തെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടാണ്, അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്ർ കൊണ്ടാണ്. ആ ദിക്ർ എന്താണ്? അത് ഖുർആനാണ്. അള്ളാഹു അറിയിച്ചു തന്ന അള്ളാഹുവിന്റെ ഓർമ്മ എന്നുള്ളത് ഖുർആനാണ്, ദിക്റാണ്. അല്ലെ, അള്ളാഹു പഠിപ്പിച്ച ദിക്റുകളാണ്, ദുആകളാണ്, ഇബാദത്താണ്. അള്ളാഹുവിന് ഏറ്റവും നല്ല വലിയ ദിക്ർ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനാണ്. അള്ളാഹു ആകാശ ലോകത്തിന് നിറക്കിയ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാളെ അള്ളാഹുവിനെ ഏറ്റവും നല്ല ശുദ്ധമായ ഒരു ഹൃദയത്തോടു കൂടി അള്ളാഹുവിലേക്ക് മടങ്ങാൻ സാധിക്കുക, ചെയ്ത പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, അല്ലെ, നിലപാടുകൾ നന്നാക്കി തീർത്തുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവന് മാത്രം വഴിപ്പെട്ടുകൊണ്ട്, അല്ലെ, അവനെ ഓർത്തുകൊണ്ട് ഓരോ സെക്കൻഡുകളും അള്ളാഹുവിനെ ഓർക്കാൻ സാധിക്കാനുള്ള അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലൂടെ അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിന് നന്ദി കാണിക്കുക. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതം എന്നത് നൽകിയ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള ഒരു നന്ദിയാണ്. ഉള്ളതിൽ സംതൃപ്തിയോടുകൂടി അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ, ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, ഒരു സലീമായ ഹൃദയത്തോടു കൂടി നാളെ അള്ളാഹുവിലേക്ക് സന്നിധിയിൽ എത്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളത് അത് ഈ ജീവിതത്തിന്റെ വലിയൊരു ലക്ഷ്യമാണ്. അത് പ്രവാചകൻ പഠിപ്പിച്ച ആ ജീവിത ശൈലി കൈവരിക്കുന്നതിലൂടെ, പ്രവാചകന്റെ ഏറ്റവും നല്ല സ്വഭാവങ്ങളിലൂടെ ജീവിച്ച പ്രവാചകൻ ഏറ്റവും നല്ല സ്വഭാവങ്ങൾ, ഒരു മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആ പ്രവാചകന്റെ സ്വഭാവത്തെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ്? കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്നത് വിശുദ്ധ ഖുർആനായിരുന്നു എന്നാണ്. അതുകൊണ്ട് ആ ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട്, ആ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ജീവിതത്തിന്റെ ശരിയായ ലക്ഷ്യം, ഉദ്ദേശം മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ആരാധനയുടെ ഒരു ഭാവവും അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും ചേരാതിരിക്കാൻ നമ്മൾ നല്ല ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിനെ മാത്രമാക്കാൻ, ഖാസാക്കാൻ, നിയ്യത്ത് നന്നാക്കാൻ, ഇഖ്ലാസോട് കൂടി കർമ്മങ്ങൾ ചെയ്യുന്നമല്ല അഅ്മാലു ബിന്നിയാത്ത്. രണ്ട്, നമ്മുടെ 5 നേരത്തെ നമസ്കാരത്തിൽ നല്ല ഖുശൂഅോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി നമസ്കരിക്കുക എന്നതിനേക്കാൾ ഖുർആൻ കൽപ്പിച്ചത് നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തുക എന്നാണ്. നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി അതിൻ്റെ ഫർളുകളും ഷർത്തുകളും ഒക്കെ പാലിച്ചുകൊണ്ട് ഖുശൂഅോടുകൂടി എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നമസ്കരിച്ചത് അതേപോലെ നമസ്കരിക്കണതാണ് നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെയും നിങ്ങൾ നിസ്കരിച്ചോളി എന്നല്ല പറഞ്ഞു, നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാകണം എന്നാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായ അതിൻ്റെ എല്ലാ പാലിച്ചുകൊണ്ട് പരമാവധി ഖുശൂഅോടുകൂടി, ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമാണ്, അല്ലെ, ഇന്നിപ്പോൾ ജുമാ നിസ്കരിക്കുമ്പോൾ സഹോദരങ്ങൾ, ഈ ഒരു അസറിന് നമ്മൾ ബാക്കി ഉണ്ടാവില്ല. അസറിന് നമ്മളെ പെരയിൽ പന്തലൊക്കെ കെട്ടിയ ആൾക്കാർ നമ്മളെ കാണാൻ വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതാ മരിച്ചു, പെട്ടെന്ന് അവിടെ ഒരു സാരി ഒരു തുണിയൊക്കെ തട്ടിക്കൂട്ടിയാൽ തർപ്പായൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും? ആൾക്കാരൊക്കെ വന്നിട്ട് പിന്നെ ആൾക്കാരെ ഏറ്റെടുത്ത് നമ്മളെ മയ്യത്തോടെ കിടത്തും. അത് അസറുകളാച്ചു. ഇന്ന് അസറിന് നമ്മളെ പെരയിൽ നമ്മളെ മയ്യത്ത് കിടത്തുന്ന അവസ്ഥ. 4 സഹോദരങ്ങൾ, അത് ജുമാ അവസാനത്തെ നിസ്കാരം. അതാണ് നിങ്ങൾ നിസ്കാരത്തിൽ ഖുശൂ കിട്ടില്ല എന്ന് പരാതി പറഞ്ഞ ആളോട് നബി പറഞ്ഞത്, ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ അസർ നിസ്കരിച്ചാൽ ഈ ദുനിയാവിൽ ബാക്കി ഉണ്ടാവില്ല. ഈ ജുമാ അവസാനത്തെ നിസ്കാരമാണ്. അപ്പൊ അതിൽ എത്ര ആത്മാർത്ഥത ഉണ്ടാവും? അതന്നെയാണ്. അങ്ങനെയാണ് ഓരോ നിസ്കാരം നിസ്കരിച്ചേണ്ടത്. അങ്ങനെ 5 നേരത്തെ നിസ്കാരത്തിൽ ഒരു ശുഷ്കാന്തി, ഒരു ശ്രദ്ധ നമ്മളെ വിശ്വാസിയുടെ ഭാഗത്ത് ഉണ്ടാണെന്നുള്ള. അതേപോലെ തന്നെ ഡെയിലി സഹോദരങ്ങൾ ഖുർആനുമായിട്ട്, അഹ്ലുൽ ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം. അത് ഓത്തിൽ മാത്രമല്ല, അത് ഹിഫ്ളാക്കുന്നതിലും അത് മനസ്സിലാക്കുന്നതിലും. അങ്ങനെ വെറുതെ ലഫ്ളിന്റെ കൂലിറ്റിയ മാത്രം പോരാ, അതെന്താണെന്ന് മനസ്സിലാക്കണം. അത് എന്താണ് ആ ആയത്തിൽ അള്ളാഹു സംസാരിക്കുന്നത്? നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും ആണെങ്കിൽ ആ അള്ളാഹു എന്താണ് പറയുന്നത് എന്നറിയാനുള്ള ഒരു താല്പര്യം അത് ആ സ്നേഹിക്കണാക്കുണ്ടാവുമല്ലോ, അല്ലെ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ നമുക്കറിയാത്തൊരു ഭാഷയിലാണ് സംസാരിക്കുന്നത്. നമ്മൾ ചോദിക്കൂലേ എന്താണ്? പോലെ നമ്മുടെ സ്പോൺസർ അറബി വന്നാൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ വല്യമ്മ ചോദിക്കൂലേ എന്താ മൂപ്പര് പറഞ്ഞതെന്ന്? അതെന്താണ്? ആ സ്നേഹമാണത്. എന്താ മൂപ്പര് പറഞ്ഞു ചോദിക്കണത്? അപ്പൊ പടച്ചോനൊരു കാര്യം മനസ്സിലായി, ഇത്രയേറെ അനുഗ്രഹങ്ങൾ അറബി അർബാബൊന്നുമല്ല, ഈ സകല സംവിധാനങ്ങളും ഒരുക്കി തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ആകാശ ലോകത്തിൽ നിന്ന് മനുഷ്യൻ ഇറക്കി തന്ന അല്ലാഹുവിന്റെ കലാം, അതെന്താണ് പടച്ചോൻ പറയണത് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അതുകൊണ്ട് ആ ഖുർആൻ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിക്കാനും അതിന്റെ തഫ്സീർ പാരായണക്കാർക്ക് എനിക്ക് നമ്മൾ ഒരു സമയം കണ്ടെത്തണം സഹോദരൻ. കാരണം ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ അതൊക്കെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, തീവ്രമായ എന്റർടൈൻമെന്റുകൾ, അല്ലെ, സന്തോഷങ്ങളും
എല്ലാം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കളി, അതേപോലെ തന്നെ ഈ വിനോദങ്ങൾ, ഇതൊക്കെ സഹോദരങ്ങളെ അള്ളാഹുവെ തൊട്ടുള്ള സ്മരണയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന രൂപത്തിലേക്ക്, നമ്മൾ സ്ഥിരമായി ഓതിയിരുന്ന ഓത്തില്ലാതാകുന്ന രൂപത്തിലേക്ക്, 5 നേരത്തെ നമ്മുടെ നമസ്കാരത്തിന് ജമാഅത്തിന് തടസ്സമുണ്ടാക്കുന്ന രൂപത്തിലേക്ക്, നമ്മളെ ജിമ്മും പന്തളിയും, നമ്മളെ ഒരു എന്റർടൈൻമെന്റ് സഹോദരങ്ങളെ നമ്മളെ നാളത്തെ ആഖിറത്തിന് ഒരു പ്രയാസമായി വരുന്ന രൂപത്തിലേക്ക് മാറാതിരിക്കാൻ ഒരു വിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഘുവൽ ഹദീസ് എന്ന് പറയുമ്പോൾ അതിൽ പാട്ടും കളിയും വിനോദവും എല്ലാ നോവലും ഒക്കെ അതിൽ വരാനുള്ള കാരണം എന്താ വെച്ചത്, അത് അള്ളാഹുവെ പറ്റിയുള്ള സ്മരണയെ തൊട്ട് തടയുന്നതാണ്. അല്ലാതെ ഇവിടെ ഇപ്പോൾ ആർക്കും പാട്ടാടിന് ഇടങ്ങാറുണ്ടായിട്ടല്ല. നിങ്ങൾ നല്ല പാട്ട് ആസ്വദിക്കുന്ന ആളാണോ, നിങ്ങൾക്ക് ഖുർആൻ ആസ്വദിക്കാൻ കഴിയില്ല. നിങ്ങൾ അത്ര ഖുർആൻ കേൾക്കില്ല. നിങ്ങൾ പാട്ട് കേൾക്കണോട് ചോദിച്ചു നോക്കി, ഓൻ ഖുർആൻ തന്നെ കേട്ടിട്ട് കാലത്ര ഉണ്ടാവും? കഴിയൂല. അതങ്ങനെ രണ്ടും ഒന്നിച്ച് പോകൂല. പാട്ട് ആസ്വദിക്കണവന് ഖുർആൻ ആസ്വദിക്കാനും ഖുർആൻ തഫ്സീർ പഠിച്ചാനും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ ഇങ്ങനെ പാട്ടും ഇത് എന്റർടൈൻമെന്റ് ഒക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മളെ ദിക്റും ദുആയും ഖുർആനും അള്ളാഹുമായിട്ടുള്ള ബന്ധം ദീനോടുള്ള സ്നേഹമൊക്കെ കുറഞ്ഞു വരും എന്നുള്ളത് സത്യമാണ്. ഇത് രണ്ടും നിലനിർത്തുക എന്നുള്ളത് ഒരാളെ കൊണ്ട് സാധിക്കാത്ത, കാരണം അത് രണ്ടും ഒന്നിച്ച് പോകാത്ത സാധനമാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ നമ്മൾ കൃത്യമായ ഒരു സ്റ്റാൻഡ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാകുക എന്നുള്ളതാണ്. ദുനിയാവിന് വേണ്ടി മരിക്കുന്ന ദുനിയാവിന്റെ ആളുകളായ കൂട്ടുകാരെക്കാൾ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന, അല്ലെ, ഒരു പള്ളി കയറ്റി ഒരു മദ്രസക്ക് പൈസ കൊടുത്തു, അങ്ങനത്തെ ദുനിയാവിന്റെ കാര്യത്തിൽ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെ, നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ എന്നെന്നും ജീവിക്കുന്നവനെ പോലെയാകണം എന്നാണ്. ആഖിറത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ ഇന്ന് വൈകുന്നേരം മരിക്കണവനെ പോലെയാണ്. എന്താ അതിന്റെ അർത്ഥം? ആൾക്കാർ മനസ്സിലാക്കി എന്താ, നിങ്ങൾ ഒരു പെര കയറ്റുമ്പോൾ ഇത് ദുനിയാവിന്റെ കാര്യമാണല്ലോ പെര എന്ന് പറഞ്ഞാൽ, എന്നെന്നും ജീവിക്കുന്നവനെ പോലെ എന്ന് പറഞ്ഞാൽ കാലാകാലം നിൽക്കുന്ന വലിയൊരു പെരയറ്റണം എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? ദുനിയാവല്ലേ, നാളെയും ചെയ്യാലോ, നാളെ ഉണ്ടാവില്ലേ, പെരല്ലേ, പെണ്ണുങ്ങൾ പെരയിറ്റല്ലേ, ഇറച്ചൻ പെരയിറ്റിങ്ങനെ, മൂത്തച്ഛൻ പെരയിറ്റിങ്ങനെ, ഇറച്ചന്റെ പെരയിൽ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിലെ പെരമാണെന്ന് പറയുമ്പോൾ ആ കയറ്റവളെ പൈസ ഉണ്ടല്ലോ, അവിടെ സ്ഥലല്ലേ ഇവിടെ സ്ഥലല്ലേ, അങ്ങനെ വിറ്റ് കയറ്റിയ പോലെ വാങ്ങിയ പോലെ തിരക്കൂട്ടുന്നത് എന്ന് ചോദിക്കാൻ അങ്ങനെ ചവിട്ടി പിടിച്ച് കൊണ്ടുപോകുക. അതിനാണ് എന്നൊന്നും ജീവിക്കുന്നതിനെ പോലെ എന്ന് പറഞ്ഞാൽ. ആഖിറത്തിന്റെ കാര്യം വരുമ്പോഴോ അത് വൈകുന്നേരം മനുഷ്യനെ പോലെ. അതിന് ആരെങ്കിലും പള്ളിക്ക് മദ്രസക്ക് പൈസ വെച്ച് വന്നാൽ അത് അപ്പം എടുത്തുകൊടുക്കലാണ്. ആ 1 കിലോമീറ്ററിൽ എത്ര പള്ളിയുണ്ട് അതിന്റെ കണക്കെടുത്തിട്ട് ആ പള്ളിയാർද ഈ പള്ളിയാർද അവിടെ മദ്രസ ഉണ്ടോ, അവിടെ ഭൂകമ്പം ഉണ്ട് അറിയുമ്പോൾ എന്നാ ഭൂകമ്പം ഉണ്ടായത്, ഓരോ എൻക്വയറി കേട്ടാൽ തോന്നുന്നു 10 ലക്ഷം കൊടുക്കാൻ പോകുകയാണ്, എന്നിട്ട് അവർ 10 റുപ്യ എടുത്തു കൊടുക്കും. അത് അപ്പ ചോദിച്ചത് അത് അപ്പ തന്നെ കൊടുത്ത് തീരുമാനമാക്കണം. അതിന്റെ കൂലി വേഗം വാങ്ങണം, കാരണം വൈകുന്നേരം വരെ നമ്മൾ ഉണ്ടാവും ഉറപ്പില്ല. അതാണ് ആ ഹദീസിന്റെ അർത്ഥം. അല്ലാതെ ദുനിയാവിൽ ജീവിക്കും കലാകാലം ജീവിക്കുന്ന നല്ലൊരു പെരണ്ടാക്കണം എന്നല്ല. ദുനിയാവിന്റെ ആവശ്യങ്ങളൊക്കെ പരമാവധി ചവിട്ടിപ്പിടിച്ച് അങ്ങനെ കൊണ്ടുപോകണം. ആഖിറത്തിന്റെ പ്രശ്നമാണെങ്കിൽ വേഗം തീരുമാനമാക്കി പോകണം. അതാണ് ഹദീസിന്റെ അർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങൾ അങ്ങനത്തെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. അങ്ങനത്തെ ഫ്രണ്ട്സാണ് നമുക്ക് വേണ്ടി. കാരണം ഓൻ അവിടെ പള്ളിക്ക് കൊടുത്തു വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നണം. അതല്ലാതെ ഓൻ BMW കൊടുത്തു, ഓൻ മറ്റേ റോൾസ് റോയ്സ് നമ്മൾ റോൾസ് റോയ്സ് എടുക്കാൻ നടക്കലല്ല. ഓൻ അങ്ങനെ പെരിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഓൻ്റെ പേരൻ്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, മേലെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കലല്ല. അങ്ങനത്തെ കൂട്ടുകാരല്ല വേണ്ടത്. ഖബറിലേക്ക് വിഭവങ്ങൾ ഒരുക്കി വെക്കുന്ന, അള്ളാഹുവിനും റസൂലിനും തൃപ്തിപ്പെട്ട് ഓരോ സെക്കൻഡും അള്ളാഹി റസൂലിനെ അങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ അള്ളാഹി റസൂലിന്റെയും ഇഷ്ടക്കേട് പറ്റാതെ പൊരുത്തക്കേട് പറ്റാതെ കോപം വരാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് ജീവിക്കുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അവരെയാണ് നമ്മൾ കൂട്ടുകാരാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സ്വർഗം മുന്നിൽ വെച്ചുകൊണ്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചുകൊണ്ട് അതിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഷറവൊക്കെ ശരിയത്തൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിച്ച് ഇൽമുണ്ടാക്കി അത് അമലാക്കി മാറ്റിക്കൊണ്ട് സഹോദരങ്ങളെ ഇഖ്ലാസോട് കൂടി കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നല്ലൊരു ആഖിബത്ത് പടച്ചോൻ നമുക്ക് തരും, നല്ലൊരു തൗഫീഖ്, നല്ലൊരു മരണം അള്ളാഹു നമുക്ക് തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകുമാറാകട്ടെ.